ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അള്ളാഹിൻ്റെ മോനാ, ബാപ്പി മോനൊക്കെ ഉഷാറാ, സ്വഹാബികളാണ് കേട്ടോ. മഹാൻ പറയണേ, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമങ്കിബി, അള്ളാഹിൻ്റെ റസൂല് എൻ്റെ ചുമല് പിടിച്ചതാ, അങ്ങനെ പിടിച്ചു. ഇഷ്ടക്കാരങ്ങനെയല്ലേ, മോനെ പിടിച്ചൂലേ? ആ, എന്നിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്. കുൻ എന്താ? കാനേ കുൻ നമ്പർ, കുൻ നീയാവ്, ഫിദ്ദുന്യാ ദുനിയാവിൽ, കഅന്നക ഗരീബ് നിശ്ചയം ഒരു വിദേശിയെ പോലെയാവണം. അതെന്താ അവനെ പറഞ്ഞത്? വിദേശികളെ പോലെയാകുക പറഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ഗൾഫ് പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലല്ലോ, എങ്ങനെങ്കിലും അവിടെ കഷ്ടപ്പെടും. എന്തിനു വേണ്ടി? ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി. ചിലവരൊക്കെ എന്താവും, ഹോട്ടലിൽ പോയി കഷ്ടപ്പെടും. എന്താ? പിന്നെ നാട്ടിൽ പോയി സുന്ദരമായി ജീവിക്കാൻ വേണ്ടി. മനസ്സിലാവുണ്ടോ? അപ്പം ദുനിയാവിലൊരു വിദേശിയെ പോലെ ജീവിക്കണം ഒന്ന്. അല്ലെങ്കിലോ ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ. ഇതിപ്പോൾ ഈ കക്കാട് അങ്ങാടിക്ക് മൈസൂർക്ക് പോകാൻ വേണ്ടി എന്താണ്, കക്കാട് അങ്ങാടി പോയി. ഇത് അങ്ങാടിയിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുമോ? വണ്ടി വന്നാൽ കയറും. അതേപോലെ നമ്മൾ വിളി വന്നാൽ പോകണം. എത്ര കാലം ഒരു പുറത്തില്ല. അള്ളാഹു ഉള്ള കാലം നല്ല നീയത്തിലും നല്ല സ്വഭാവത്തിലൊക്കെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യണം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമല്ലോ, ഇദാ അംസൈത ഫലാ തന്തളിരിൽ സ്വബാഹ്, വൈകുന്നേരമായ ആള് പ്രഭാതമാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് എത്ര വർഷങ്ങൾ പ്രതീക്ഷിക്കുക. നമ്മൾ അടുത്ത കൊല്ലം ഇങ്ങനെ ചെയ്യണം, പിറ്റത്തെ കൊല്ലം ഇങ്ങനെ ചെയ്യണം, 15 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം. നമുക്ക് അന്തമില്ലാത്തതുകൊണ്ടാണോ? വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫലാ തന്തളിരി സ്വബാഹ്, പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കണ്ട. വൈദാ സുബഹത്ത, അത്രയും ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് നമ്മൾ. പ്രഭാതമായി കഴിഞ്ഞാലോ ഫലാ തന്തളിരിൽ മസാ, വൈകുന്നേരമാവലും പ്രതീക്ഷിക്കണ്ട. ഒരു പക്ഷേ ഖബറിലായിരിക്കും. എങ്ങനെ? ആർക്കാണ് ഗ്യാരണ്ടി? ആരാണ് ചെലവില്? അതൊന്നും ഉറപ്പില്ലടോ. അതൊക്കെ ഓരോ ധാരണകളാണ്. മൊത്തത്തിൽ ഇങ്ങനെയാണ് അഭിനയം. പിന്നെന്താ പറഞ്ഞേ? വഹുൽ മിൻ സിഹത്തിക, നിന്റെ ആരോഗ്യകാലത്തിൽ നിന്ന് നീ പിടിച്ചോ, ലി മറലിക്ക, രോഗകാലത്തിലേക്ക്. പിന്നെ ഇപ്പം നല്ല ആരോഗ്യ, ചാടാനും ഓടാനും എല്ലാത്തിനും കഴിയുന്ന കാലാണ്. എത്രയും ലുഹസ്കരിക്കുക അല്ലേ? എത്രക്കാർ നിസ്കരിച്ച് ലുഹ? ഇന്നിപ്പോൾ എത്രക്കാർ നിസ്കരിച്ച്? 2 പോരാ. അഫ്ളൽ 8, അക്സർ 12 ആണെങ്കിലും അഫ്ളൽ ഇപ്പം പോകണം നിസ്കരിക്കാൻ. ഞാൻ പറയാം, ആരോഗ്യകാലത്തിൽ നിന്ന് രോഗകാലത്തിലേക്ക് നീ പിടിക്കണം, അധ്വാനിക്കണം. വമിൻ ഹയാത്തിക്ക ലി മൗത്തിക്ക, ജീവിതകാലത്തിൽ നിന്ന് മരണത്തിലേക്ക് അധ്വാനിക്കണം. പിന്നെ ഇന്നങ്ങ് മരിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാകുക? കിതാബോധി ഉണ്ടാവും. അത് നല്ല ശരിക്കും ഓതണം. അല്ലാഹു തആല ഈ ദുനിയാവിനെ ഒരു സുഖലോകമായി കാണാതെ ഒരു പരീക്ഷണ ലോകമായി കണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.